Bonjour, bienvenue au cours le français sur Malayalam. Je suis Reshma. Aujourd'hui, nous allons apprendre les alphabets. Hi everyone, my name is Reshma and welcome to Learn French through Malayalam. Today, we are going to study the French alphabets. So last day നമ്മൾ പഠിച്ചത് A to G വരെയുള്ള ആൽഫബറ്റ്സ് ആയിരുന്നു. ഇനി നമുക്ക് ബാക്കി H മുതലുള്ള ആൽഫബറ്റ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ H ആണ്. Hന് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് ആഷ് എന്നാണ്. ആഷ്, ആഷ്. ഇത് സാധാരണ H ഒരിക്കലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല, അത് എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ഏത് വേർഡിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ ഒരിക്കലും H പ്രൊനൗൺസ് ചെയ്യത്തില്ല, അത് സൈലൻ്റ് ആണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം H സ്റ്റാർട്ടിങ്ങിലുണ്ട്, ഇവിടെയും സെക്കൻഡ് എക്സാമ്പിളിലും H ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ H പറയാണ്ട് ഓം, ഓം എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ആ വേർഡ്. ഒറിയബിൾ. ഓം മീൻസ് മാൻ, ഒറിയബിൾ മീൻസ് ഹൊറിബിൾ. ഇംഗ്ലീഷിലുള്ള ഹൊറിബിൾ അത് നമ്മൾ ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒറിയബിൾ, ഒറിയബിൾ. ഓം, ഓം means man, horrible means horrible. H ഒരിക്കലും പ്രൊനൗൺസ് ചെയ്തില്ല. അടുത്ത ആൽഫബറ്റ് I. ഐക്ക് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് E എന്നാണ്. E. ഒരു വേർഡിൻ്റെ കൂടെ E ലാസ്റ്റ് I ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും I എന്നുണ്ടെങ്കിൽ നമ്മളതിന് E എന്നൊരു സൗണ്ടാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ സൗണ്ട് E തന്നെയാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ വീൽ, വീൽ. ഈ എന്ന് നമ്മളിവിടെ പറയും, കാരണം ഐ വന്നിരിക്കുന്നത് കൊണ്ട് വീൽ. ഇത് മീൽ. വീൽ മീൻസ് സിറ്റി, മീൽ മീൻസ് 1000. അടുത്ത ആൽഫബറ്റ് ജെ ആണ്. ജെയ്ക്ക് നമ്മൾ ജ എന്നാണ് പറയുന്നത്. ജി, ജെ. നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു. ജീനെ നമ്മൾ ജെ, സോഫ്റ്റ് ജെ എന്നും ജെയ്ക്ക് നമ്മൾ സോഫ്റ്റ് ജി എന്നുമാണ് പറയുന്നതെന്ന്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജെ നമ്മൾ ജി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ജി എന്നാണ് നമ്മൾ ജെയ്ക്ക് പറയുന്നത് ഫ്രഞ്ചിൽ. അതിൻ്റെ സൗണ്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ നോക്കുമ്പം ജ, ജ സൗണ്ടാണ് വരുന്നത്. ജ സൗണ്ടാണ് വരുന്നത്. ജ മീൻസ് ഐ, ജതി മീൻസ് തേഴ്സ്ഡേ, ജതി, ജതി. സോ ഒരു ജി സൗണ്ടാണ് വരുന്നത്. ജ മീൻസ് ഐ, ജതി മീൻസ് തേഴ്സ്ഡേ, ജെൻ മീൻസ് യങ്, ജെൻ. ജ, ജതി, ജങ്. അടുത്ത ആൽഫബറ്റ് കെ ആണ്. കെക്ക് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് ക എന്നാണ്. ക. അതിന് വരുന്ന സൗണ്ടും സെയിം സൗണ്ടാണ്, ക സൗണ്ട് തന്നെയാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ കെ ഉണ്ട്, ഇവിടെ കെ ഉണ്ട്. ക സൗണ്ട് കൊടുക്കുമ്പോൾ കിലോ, സ്കീ. സ്കീ എന്ന് വായിക്കാൻ കാരണം നമ്മൾ ഐ ഇ എന്നാണ് പറയുന്നതെന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. സോ ഐ വരുമ്പോൾ ഇ എന്നത് വരുന്നതുകൊണ്ട് സ്കീ. അത് ഇംഗ്ലീഷിലും സ്കീ തന്നെയാണ് മീനിങ്. കിലോ സെയിം ലൈക്ക് ദാറ്റ് ഓഫ് ഇംഗ്ലീഷ്, കിലോ എന്ന് തന്നെയാണ് പറയുന്നത്. സോ ആഷ്, ഇ, ജി, ക. അടുത്ത ലെറ്റർ എൽ. എൽ നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതും ഇംഗ്ലീഷ് പോലെ തന്നെ സെയിം ആണ്. എൽ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് എൽ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫ്രഞ്ചിലും എൽ പറയുന്നത്. അതിന് കൊടുക്കുന്ന സൗണ്ട് ലാ സൗണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ ലന്തി, ലീവർ, ലീവർ. ലന്തി മീൻസ് മൺഡേ, ലീവർ മീൻസ് ബുക്ക്. ഇവിടെ ലീവർ എന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു, ഐ വരുമ്പോൾ നമ്മൾ ഇ എന്നതാണ് പറയുന്നത്. സോ ലീവർ, ലീവർ മീൻസ് ബുക്ക്. അടുത്ത ആൽഫബറ്റ് എം. എമ്മിനും ഡിഫറൻസ് ഒന്നുമില്ല. ഫ്രഞ്ചിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ തന്നെ എം എന്ന് തന്നെയാണ് പറയുന്നത്. സോ അത് രണ്ടും സെയിം ആണ്. അതിന് വരുന്ന സൗണ്ട് മാ സൗണ്ടാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മഴ്തി, മഴ്തി മീൻസ് ട്യൂസ്ഡേ. സോ മൺഡേക്ക് നമ്മൾ ഫ്രഞ്ചിൽ ലന്തി എന്ന് പറയും,
ആൻഡ് ട്യൂസ്ഡേക്ക് നമ്മൾ മർദി എന്ന് പറയും. മർദി. ഇവിടെ മാ സൗണ്ട് കൊടുക്കുന്നു. അടുത്ത ലെറ്റർ എൻ ആണ്. എന്നിന് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതും സെയിം തന്നെയാണ്. എൻ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇവിടെ എമ്മിന് എം എന്ന് പറയും, എൻ എൻ തന്നെയാണ്. ഡിഫറൻസ് ഒന്നുമില്ല ഫ്രഞ്ചിൽ. സൗണ്ട് വരുന്നത് നാ സൗണ്ടാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ നോ. നോ മീൻസ് നോ. നുവാർ. നുവാർ മീൻസ് ബ്ലാക്ക്. ഇവിടെ ഉവ എന്നൊരു പ്രൊനൗൺസിയേഷൻ വരാൻ കാരണം ഇത് ഓയും ഐയും രണ്ട് വവൽസ് ആണ്. രണ്ട് വവൽസ് ഒന്നിച്ച് വരുന്ന ഡിപ്തോങ്സിന് നമ്മൾ വേറെ പ്രൊനൗൺസിയേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഓയും ഐയും ഒന്നിച്ച് വന്നപ്പോൾ നമ്മൾ ഉവ എന്നൊരു പ്രൊനൗൺസിയേഷനോട് കൊടുത്തത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ടോട്ടലായിട്ട് നുവാർ എന്ന് വായിക്കുന്നത്. നുവാർ മീൻസ് ബ്ലാക്ക്. അടുത്തത് ഓ. ഓയും നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തന്നെ ഓ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ജനറലി നമ്മൾ ഓ ആയിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ ഫോർത്ത്. ഫോർത്ത് മീൻസ് സ്ട്രോങ്. തോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ടീനെ നമ്മൾ ഒരിക്കലും ടീ എന്നല്ല ഫ്രഞ്ചിൽ പറയുന്നത്, തേ എന്നാണ് പറയുന്നത്. സോ ഓ ടീ കഴിഞ്ഞിട്ട് ഓ വരുന്നതുകൊണ്ട് തോ. തോ മീൻസ് യുവർ. സോ നമ്മളിന്ന് പഠിച്ചത് എച്ച് തൊട്ട് ഓ വരെയാണ്. എച്ച് നമ്മൾ ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യത്തില്ല, അത് സൈലൻ്റ് ആയിരിക്കും. സോ അത് ഫ്രഞ്ചിൽ പറയുന്നത് ആഷ്, ഇ, ജി, ക, എൽ, എം, എൻ, ഒ. ഇന്ന് പഠിച്ചതിൽ മിക്ക ലെറ്റേഴ്സും നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തന്നെയാണ് ഫ്രഞ്ചിലും പറയുന്നത്. സോ അതിന് ഡിഫറൻസ് ഒന്നുമില്ല. എച്ചും ഐയും ജെയും കെയും മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കി എൽ, എം, എൻ, ഒ സെയിം ആണ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എഫും. ഇത്രയുമാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പോലെ തന്നെ പറയുന്ന സെയിം ആൽഫബറ്റ്സ്, ഫ്രഞ്ചിലുള്ള ആൽഫബറ്റ്സ്. സോ ബാക്കി ആൽഫബറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.